ഹായ് ഫ്രണ്ട്സ്, കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വർഷത്തെ ഓണം സ്പെഷ്യൽ ഇഞ്ചിപ്പുളി വന്നല്ലോ. നമുക്ക് ഈ വർഷത്തിന് ഓണത്തിന് ഇങ്ങനെ തന്നെ ഇഞ്ചിപ്പുളി ഉണ്ടാക്കണം. സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളിയാവും, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. ഒപ്പം തന്നെ സപ്പോർട്ടൂടെ ചെയ്യുക കേട്ടോ. ഇനി ഞാൻ 1/4 കിലോ ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി നന്നായി കഴുകി തൊലി കളഞ്ഞ് ചെറുതായി അരിഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് വെയിലത്ത് വയ്ക്കുന്നുണ്ട്. വെയിലത്ത് വയ്ക്കുമ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം മാറിക്കിട്ടും. ഇങ്ങനെ ചെറുതായി ഒന്ന് ഉണക്കിയെടുത്ത ഇഞ്ചി എണ്ണയിലേക്ക് ഇടുമ്പോഴത്തേക്ക് വെള്ളം പൊട്ടിത്തെറിക്കില്ല, പെട്ടെന്ന് മൂത്ത് വരികയും ചെയ്യും. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് ആ ഉണക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇടാം. ഞാൻ ആദ്യം പകുതി ഇഞ്ചിയാണ് ഈ എണ്ണയിലേക്ക് ഇട്ട് ചെറുതായി ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് ഫുൾ ഇഞ്ചിയും നിൽക്കുമെന്ന് മനസ്സിലായി. അങ്ങനെ 1/4 കിലോ ഇഞ്ചിയും ഞാൻ ഈ എണ്ണയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇവിടെ ചെറുതായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നന്നായി ഇഞ്ചി ഒരു ബ്രൗൺ നിറമാവുന്നവരെ നല്ലതുപോലെ മൂപ്പിക്കണം. ഇവിടെ നന്നായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 6 പച്ചമുളക് ചെറുതായി അരിഞ്ഞു വെച്ചിരുന്നു. ആ പച്ചമുളകും ഇഞ്ചിയിൽ തന്നെ ഇടാം. അപ്പോൾ ഇനി ഇഞ്ചിയും പച്ചമുളകും കറക്റ്റ് പാകത്തിന് മൂത്ത് വരും. ഇവിടെ നല്ലതുപോലെ ഇഞ്ചിയും പച്ചമുളകൊക്കെ മൂത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. 1/4 കിലോ ഇഞ്ചി വറുത്തപ്പോൾ എത്രയുണ്ടെന്ന് നോക്കിയേ, കുറച്ച് തന്നെ ഉണ്ടല്ലേ. ഇനി ഈ ഇഞ്ചി നന്നായി മഷി പോലെ അരയ്ക്കരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് നല്ല തരിയാന്ന് അരച്ച് വയ്ക്കാം. ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. ഞാൻ ഈ ഒരു വലിപ്പം പുളി എടുത്ത് നന്നായി പിഴിഞ്ഞ് ചാറെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ പാനിലേക്ക് ഇഞ്ചി വറുത്ത എണ്ണ തന്നെ ഒഴിക്കാം. എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിടാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ ഞാനൊരു 7 കുഞ്ഞുള്ളി ചെറുതായി അരിഞ്ഞു വെച്ചിരുന്നു, അത് ആ എണ്ണയിലേക്ക് ഇടുകയാണ്. എണ്ണയിലിട്ട് ഈ കുഞ്ഞുള്ളി നല്ലതുപോലെ മൂത്ത് വരണം. ഇങ്ങനെ നന്നായി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് കറി ലീഫ് ഇടാം. കറി ലീഫിട്ട് അത് നന്നായി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഞാൻ പിഴിഞ്ഞു വെച്ചിരുന്ന പുളിയില്ലേ, ആ പുളി ഇതിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം ആ പുളിയും എണ്ണയായിട്ട് നല്ലതുപോലെ മിക്സായി ഒന്ന് നന്നായി തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നാട്ടു ചക്കര ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ശർക്കര ഉണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ പഞ്ചസാര ഇടാം കേട്ടോ. നാട്ടു ചക്കര ഇട്ട് കൊടുത്ത് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി എന്നിവയിട്ട് ഈ പൊടികളൊക്കെ ജസ്റ്റ് ഒന്ന് ആ എണ്ണയിലും പുളിയിലൊക്കെ കിടന്ന് നല്ലതുപോലെ ഒന്ന് വെന്ത് വരട്ടെ. അത് വീണ്ടും നന്നായി ഒന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഉപ്പിടുകയാണ്. ഉപ്പ് ഇട്ട് ഒരു 1/4 ടീസ്പൂൺ വിനിഗർ ചേർക്കുകയാണ്. വിനിഗറും ചേർത്ത് വീണ്ടും നന്നായി ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഈ പൊടികളും ഈ പുളിയും ശർക്കര എല്ലാം ഒന്ന് നല്ലതുപോലെ തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് പൊടിച്ചു വച്ചിരിക്കുന്ന ഇഞ്ചി ഇതിലേക്ക് ചേർക്കാം. ഇഞ്ചിയും ചേർത്ത് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ. എണ്ണ കൂടുതലാണെന്ന് തോന്നണ്ട. ആ എണ്ണ ഇഞ്ചി വലിച്ചെടുത്ത് ഇത് നല്ല ഡ്രൈ ആവും. കുറച്ച് നേരം തിളപ്പിച്ച് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, നന്നായി ഒന്ന് ഡ്രൈ ആയി വന്നിട്ടില്ലേ. ഇനി ഇത് തണുക്കുമ്പോഴത്തേക്ക് കുറേ കൂടെ ഡ്രൈ ആവും. ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബ് തരിക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇഞ്ചിപ്പുളി നല്ല ഡ്രൈ ആയിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ ഇതിൻ്റെ ടേസ്റ്റ് അറിയൂ. ഉണ്ടാക്കി നോക്കി അഭിപ്രായം കമൻറ്റായി അറിയിക്കുക. എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ചങ്ക് ഫ്രണ്ട്സുകൾക്കും ഒത്തിരി സ്നേഹം തരുന്നുണ്ട്. ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകണം. ഇവിടെ ഇഞ്ചിപ്പുളി തയ്യാറായി. ഈ വർഷത്തെ സ്പെഷ്യൽ ഇഞ്ചിപ്പുളി ഇതാവട്ടെ. എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു. താങ്ക് യു.